ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓണം വ്ളോഗാണ്. ഓണം വ്ളോഗ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ലാത്തൊരു ചെറിയ ഓണമായിരുന്നു ഇന്ന് ഇപ്രാവശ്യം ഞങ്ങളുടേത്. അപ്പം രാവിലെ തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ വന്നിരുന്ന മഴവിൽ മനോരമയിൽ മോഹൻലാലിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അടിപൊളി പ്രോഗ്രാമായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിന്ന് പായസമാണ് ലാസ്റ്റ് ഉണ്ടാക്കിയത്, അതിൻ്റെ വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. അപ്പം നമുക്കിന്ന് പാലട പ്രഥമനായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കി. അപ്പോൾ അത് ഫെയിലായി, കാര്യം പാലൊക്കെ പിരിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സദ്യവട്ടങ്ങളെല്ലാം ഇവിടെ റെഡിയായി. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, കിച്ചടി, അവിയൽ, തോരൻ, ചോറ്, പരിപ്പ് കറി, പപ്പടം, ഉപ്പേരി, പിന്നെന്താ വറ്റൽ, പഴം, ഇത്രയാണ് ഉണ്ടായത്. എല്ലാ കറികളൊന്നും ഓണത്തിന് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഈ തൈര്, അതുപോലെ തന്നെ രസം, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പുളിശ്ശേരി അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതൊന്നും ഇല്ലാത്ത ചെറിയൊരു സദ്യയാണ് കേട്ടോ. അപ്പം അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ഇത് ചൂട് കൊണ്ടിട്ട് അവന് ഉടുപ്പ് മാറ്റി കൊടുത്തതാണ്. ഓണക്കോടിയൊക്കെ ഇട്ട് ഓണക്കളികളൊക്കെ കളിക്കാൻ പോയിട്ട് വന്നിട്ട് ആണ് അവർ ഊണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഓണക്കളികളൊന്നും കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് പോയിട്ട് ഞാൻ പോയില്ല, എന്തോ എനിക്ക് പോകാനായിട്ട് തോന്നിയില്ല, അതാണ് സത്യം. അത് കഴിഞ്ഞ് അവരെല്ലാവരും 3 പേര് ആദ്യം ഓണസദ്യ കഴിച്ചു. അതായത് എൻ്റെ മോൻ, എൻ്റെ മോള്, അനിയൻ, അത്രയും പേര് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഓണസദ്യ കഴിക്കുകയായിരുന്നു. അപ്പം അച്ചാമ്മ, അപ്പച്ചി, അതുപോലെ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല വൈബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഭയങ്കര ആഘോഷമൊന്നും ഇല്ലായിരുന്നെങ്കിലും വൈബൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെടുത്ത് എല്ലാം കാര്യം പറഞ്ഞിട്ട് പിന്നെ ഓണക്കളി കാണാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഓണക്കളികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തുമ്പി തുള്ളലാണ്. നാട്ടിൻ പുറത്ത് മറ്റേ അത്തം, നമ്മുടെ അത്തം പൊളിക്കുന്നതാണ്. തിരുവോണത്തിൻ്റെ അന്ന് അത്തം പൊളിക്കും 6 മണിക്ക്. അപ്പോൾ ഒരു സമയത്തുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ വീഡിയോ ഒക്കെ കിട്ടി. അവർ വ്രതമൊക്കെ അനുഷ്ഠിച്ച്, അതായത് നോമ്പെല്ലാം നോറ്റിട്ട് ആണ് കേട്ടോ ഇത് ചെയ്യുന്നത്. യഥാർത്ഥയ്ക്കൊരു എന്തോ ഒരു ശക്തി വന്ന് അങ്ങനെ അത്തം പൊളിക്കുന്ന പോലെയാണ് ഈ ഒരു പരിപാടി. നാട്ടിൻപുറത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കയിടത്തും നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ലേലം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കോഴിലേലം അങ്ങനെയൊക്കെ ഉണ്ടായത്. അതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞു പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായത്. കുഞ്ഞു പിള്ളേരെല്ലാം എല്ലാവർക്കും കളിക്കായിരുന്നു, പക്ഷെ ആരും അന്ന് അത്ര വൈബടിച്ച് നിന്നില്ല ഗൈസ്. അതായത് ഒട്ടും ഒരു എനർജറ്റിക് ആയിട്ടുള്ള ആരെയും എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. ആരും അങ്ങനെ കളിച്ചില്ല. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ആരും ഡാൻസ് കളിച്ചില്ലെങ്കിൽ തന്നെയും പാട്ട് കേൾക്കുമ്പോൾ എനിക്കൊരു പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഈ അടിച്ചുപൊളി പാട്ടൊക്കെ. അത് നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നില്ല. അങ്ങനത്തെ സന്തോഷമുള്ള ഒരു കുഞ്ഞു ഓണമായിരുന്നു ഈ പ്രാവശ്യം എൻ്റേത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് 12 മണിക്ക് 12 മണിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നമ്മുടെ സദ്യ തന്നെ പിന്നെ കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അതെല്ലാം കഴിച്ച് അങ്ങനെ ആ തിരുവോണ ദിവസം കംപ്ലീറ്റ് ആയി. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു കുഞ്ഞു ഓണം. അധികം പ്രോഗ്രാമൊന്നും ഇല്ലാത്ത. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.